ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മാങ്ങ വെച്ചിട്ടുള്ള മാംഗോ ബാങ്കോ. അപ്പോൾ നിങ്ങൾക്കിത് 1 കിലോ മാങ്ങ ഉണ്ടെങ്കിൽ ഒരുപാട് കപ്സ് നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിൽ പോകുന്ന മുന്നേ എന്തായാലും എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഹേർട്ടിങ്ങിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നല്ല ചെറിയ പീസാക്കണ്ട, ജസ്റ്റ് ഒന്ന് പീസാക്കിയിട്ട് എടുക്കുക. ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിൽ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. വേറൊരു മാങ്ങ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി, 2 മാങ്ങയല്ലേ എടുത്തേ, മറ്റേ മാങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുകയും കൂടി ചെയ്യാട്ടോ. അപ്പോൾ അതെ ഞാൻ ഈ ഒരു മാങ്ങ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പാല് നിങ്ങളെ മാങ്ങൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. നല്ല കട്ടിയിൽ വേണം അരക്കാൻ വേണ്ടിയിട്ട്. 1/4 കപ്പ് പാല് മതിയെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി കേട്ടോ. ചില മാങ്ങക്ക് നല്ല കൊഴുത്ത് എന്താ പറയുക, നല്ല കൊഴുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് പാല് 1/2 കപ്പ് ചേർത്താലും കുഴപ്പമില്ല. അല്ലാത്ത മാങ്ങക്കൊക്കെ 1/4 കപ്പൊക്കെ അങ്ങനെ ചേർത്താൽ മതി കേട്ടോ. നല്ല കട്ടിയിൽ എന്തായാലും അരച്ചെടുക്കുക. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും അതുപോലെ ചൊവ്വരിയില്ലേ അത് കുതിർത്തിട്ട് വേവിച്ചതും പിന്നെ കോക്കനട്ട് ജെല്ലിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ഞാൻ കാണിച്ചിട്ടുണ്ടായിന് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു ജെല്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കസ്കസും അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും പിന്നെ കട്ടിയിലുള്ള ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിന്. സാധാ നോർമൽ പാൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കിത് നല്ല കട്ടിയിലാക്കണം എന്നുണ്ടെങ്കിൽ പാൽ ചേർക്കാണ്ട് മാങ്ങൻ്റെ പ്യൂരി മാത്രം ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിലും കുറച്ച് ലൂസാക്കിയിട്ടാണ് നിങ്ങൾക്ക് കുടിക്കുന്ന ടൈപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലും കൂടി ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാൻ ദേ ഇവിടെ ഒരു നോർമലി ഇത് നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയായി വരും കേട്ടോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സ്പൂണിലൊക്കെ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ. നിങ്ങൾക്ക് കുറച്ച് ലൂസിൽ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാനാണ് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ പാലും കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലും കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അരക്കുമ്പോൾ പാൽ ചേർക്കാണ്ട് ഒന്ന് ഒരു ക്രഷ് ചെയ്തിട്ട് മാങ്ങ നല്ലപോലെ ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്താൽ മതി. ക്രഷ് ചെയ്യല്ല, നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പം സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യാട്ടോ. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.